പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാവുന്നത്. അതൊക്കെ കണ്ടിട്ട് അതിനെതിരെ ജീവിക്കാനാണ് അല്ലേ. നമ്മൾ പലരും വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ സിനിമ കാണുമ്പോൾ അതിലൂടെയാണ് എല്ലാവരും വഴിതെറ്റി പോകുന്നതെന്ന് ആണ്. അല്ല, ഒരിക്കലും അത് കണ്ടിട്ട് അതുപോലെ നടക്കാനല്ല, അതുപോലെ നമ്മൾ ആരും ആവരുത് എന്നുള്ളതാണ് ആ മെസ്സേജിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലും അങ്ങനെ മനസ്സിലാക്കേണ്ടതായ സമൂഹത്തിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും മനസ്സിലാക്കേണ്ടതായ ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എപ്പോഴും എന്താണ്, എങ്ങനെയാവണം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്, നല്ലൊരു കഥയുള്ളൊരു മൂവിയാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് സിനിമ കാണുമ്പോൾ കഥയില്ല, അല്ലെങ്കിൽ കഥയുണ്ട്, നല്ല കഥയുള്ള മൂവിയാണ്, അല്ലെങ്കിൽ കഥയില്ല, പോരാ. പക്ഷെ ഇതിൽ നല്ലൊരു കഥയുണ്ട്. ആ കഥ തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വലിയ മെസ്സേജ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ഫെബ്രുവരി 6-ാം തീയതിയാണ് ഇത് തിയേറ്ററിൽ റിലീസാവുന്നത്. ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ് സിനിമകളുടെ വിജയം. അത്രയേ ഉള്ളൂ പറയാം. തിയേറ്ററിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, സാഹചര്യങ്ങളാണ് ഇവിടെ. ഈ കുടുംബത്തിന് വേറൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് ചില സാഹചര്യങ്ങൾ മൂലം. അത് അമ്മ എന്നല്ല, ആരാണെങ്കിലും ചിലപ്പോൾ സിറ്റുവേഷൻ, നമുക്ക് എല്ലാവരും ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നു. അവർ സൂയിസൈഡ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്, സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലാണ് ഈ അമ്മയുടെ കഥാപാത്രം. നല്ലൊരു കുടുംബമാണ്, വളരെ സ്നേഹമുള്ള അമ്മയും മക്കളുമാണ്. ഈ അമ്മയും മക്കളുടെ സ്നേഹം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പലരുടെയും കുടുംബങ്ങളിൽ പലതും സംഭവിച്ചു പോകുന്നു. നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെയൊക്കെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ ഞെട്ടലോടെ ചിലപ്പോൾ എന്തെങ്കിലും